ഹായ് ഹലോ, ഇന്നൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂണ് റവയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് നെയ്യാണ്. പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തി മാവിൻ്റെ ഒരു ഡോ ആവണ വരെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം നല്ലപോലെ കൂടി പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഡോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലായിരിക്കണം കേട്ടോ ഉരുളകൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. അതിനെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു രീതിയിലുള്ള അരിപ്പയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് ഈ കാണുന്ന പോലെ അരിപ്പയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരിയ കനത്തിൽ തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരളവിൽ നമുക്കൊരു 20-25 എണ്ണമൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഭാഗം ഫ്രൈ ആയി തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് 2 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ശർക്കര ഒക്കെ നല്ലപോലെ തന്നെ ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിലൊന്ന് പതഞ്ഞ് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. അങ്ങനെ ശർക്കരയൊക്കെ ഒരു നൂൽപ്പരുവാകുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി നമുക്കിത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തി വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഒന്നുമില്ല, ഇത് നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പലഹാരം നമുക്ക് എയർ ടൈറ്റുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.